ഞാനിങ്ങനെ ഖുർആൻ ഇങ്ങനെ വായിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, വഴിമാറി സഞ്ചരിക്കൊന്നുമില്ല എന്നാണ് വിശ്വാസം. കാരണം ആ പാരമ്പര്യമുള്ള പ്രവാചകന്മാരെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മരണാസന്നായി കിടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കുടുംബക്കാരെ അടുത്തേക്ക് വിളിച്ച്, മക്കളൊക്കെ അടുത്തേക്ക് വിളിച്ച് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യവും ഇടക്ക് നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാവണം. അം കുൻതും ശുഹദാ ഇത് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ സാക്ഷികൾ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ വിഷയം വായിച്ചോ? നിങ്ങൾ ആ വൃത്താന്തം വായിച്ചു നോക്കിയോ? അദ്ദേഹം മക്കളോട് ചോദിച്ചു, മാ തഅ്ബുദൂന മിൻ ബഅദി, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര പോയാൽ നിങ്ങൾ എന്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക? നിങ്ങൾ എന്തിനെ വിളിച്ചിട്ടാണ് ആരാധിക്കുക? മക്കള് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂന്ന് ഉറപ്പുണ്ടായിട്ട് പോലും, ബോധ്യമായിട്ട് പോലും ആ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ആ ഉറപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്, ധൈര്യം കിട്ടാൻ വേണ്ടി, നല്ല രൂപത്തിൽ കണ്ണടഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ആ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു? മക്കളെ നാവുന്നത് പുറത്ത് വരിക, മക്കളെ നാവുന്ന് പുറത്ത് നിന്ന് ഖുർആൻ കോട്ട് ചെയ്യാണ്. കാലു, അവർ പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട വാപ്പ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരൊക്കെ ആരാധിച്ചിരിക്കുന്ന ആരാധ്യനായ ഏകനായ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് ബാപ്പാക്ക് ഉറപ്പ് കൊടുക്കുന്ന മക്കൾ. എനിക്കൊരു വല്ലാത്ത സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവുന്ന് യാത്ര പോകുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ പേരമക്കളും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കുടുംബക്കാരും എല്ലാം തന്നെ ഈ ഒരു ആദർശത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എങ്കിൽ നമുക്ക് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തസ്കാരത്തിന് നേതൃത്വം നൽകുമോ? ചോദിക്കണം. എന്താ അറിയോ? അത് കുടുംബത്തിൽ ഒരു മതപരമായ ചർച്ചയാണ്. നിൽക്കൂന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്താന്ന് ചോദിക്കണം. നിങ്ങൾ ചോദിച്ചോ, ഡിഗ്രിക്ക് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തസ്കാരത്തിന് നേതൃത്വം നൽകുമോ ചോദിക്കുമ്പോൾ കുട്ടി ഒരു പക്ഷേ നിൽക്കൂന്ന് പറയും. മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്താന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് മാക്സിമം പറഞ്ഞ് ഓൻ്റെ വണ്ടി അവിടെ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. വണ്ടി മുന്നോട്ട് പോവില്ല. പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളാണ് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്. നമ്മുടെ പെൺകുട്ടികളോട് പ്ലസ് ടുവിന് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, PGക്ക് പഠിക്കുന്ന നമ്മുടെ കുട്ടികളോട് ചോദിക്കുക, മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ആ വീട്ടകങ്ങളിൽ നിസ്കരിക്കുമ്പോൾ മോളെ ഇനി കയറി നിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുമോ? നിൽക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു നോക്കുക, മൂന്നാമത്തെ തക്ബീറിനുള്ള പ്രാർത്ഥന എന്താ? എനിക്ക് സങ്കടം തോന്നുന്നത് പല സന്ദർഭത്തിൽ നമ്മൾ മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കള് നമ്മളൊക്കെ മുഖത്തിങ്ങനെ നോക്കും, മൗലവി ഞങ്ങൾ നിൽക്കുമെന്ന് ചോദിക്കും. നിൽക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ആത്മാർത്ഥമായിട്ട് ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഒന്നുമില്ല, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാനെ അവസാന സന്ദർഭത്തിൽ യാത്ര അയക്കുമെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ ബാപ്പാനെ യാത്ര അയക്കണം എന്നുള്ള അതിയായ ആഗ്രഹ പ്രിയപ്പെട്ടവരെ ആ മകനുണ്ടായിരിക്കുന്നത് ചില്ലറക്കാരിയല്ല. ഞാനിത് പറഞ്ഞതറിയോ? ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാവൂല, സ്വാഭാവികമായിട്ടുണ്ടാവൂല. നമ്മൾ ബോധപൂർവമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആദർശ കൂട്ടായ്മ ഉണ്ടായുള്ളൂ. ഇതൊരു സംഘടന സംഘടിപ്പിച്ച പ്രോഗ്രാമാണ്. ഈ സംഘടന, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പ്രായമുള്ള കുറച്ച് ആൾക്കാർ, ഇത് ഏറ്റെടുക്കേണ്ട കുറേ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അവരെ ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ചേർത്തുമ്പോഴേ, അവരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ ഒരാദർശ കുടുംബം ഉണ്ടാവുകയുള്ളൂ. ബാക്കിൽ കുറേ MGMകാർ ഇരിക്കുന്നുണ്ട്. ഈ MGMകാർക്ക് ശേഷം പാരമ്പര്യം ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടുന്ന് പെൺകുട്ടികൾ കൂടെ ഉയർന്നു വരണം. എങ്ങനെയാ ഉയർന്നു വരിക? സ്വാഭാവികമായിട്ട് നമ്മളൊരു ബോധവത്കരണത്തോടെ അവരെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഉണ്ടാവും. അതിന് സ്റ്റാർട്ടിങ് വരേണ്ട സാഹചര്യം നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ്. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഖുർആൻ പാരായണം നടക്കണം, അവിടെ മതപരമായ വിഷയത്തെ സംബന്ധിച്ചുള്ള സംസാരങ്ങൾ ആ വീട്ടിൽ നടക്കണം, അവിടെ മയ്യത്ത് നമസ്കാരത്തെ പറ്റിയുള്ള ചർച്ച നടക്കണം. ആ വീട്ടിൽ നിന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു നല്ല തലമുറ പുറത്തേക്ക് വരും. ആ തലമുറ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബറിലേക്ക് പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് സലാം പറയുന്ന മക്കളായിട്ട് മാറും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മക്കളോട് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കൈ ഉയർത്തി പറയുമ്പോൾ നിങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിങ്ങളെ ബിസിനസ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന സന്ദർഭത്തിൽ ആദ്യം നിങ്ങൾ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, പടച്ചോനെ എൻ്റെ മരണപ്പെട്ടു പോയിരിക്കുന്ന എൻ്റെ ബാപ്പാൻ്റെ കബറിടം വിശാലമാക്കണമേ,
അള്ളാഹുവേ, മരണപ്പെട്ടു പോയിരിക്കുന്ന എൻ്റെ ഉമ്മാന്റെ കബറിടം വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം ലോകത്ത് വേറെ ഏതുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചില മതപരമായിരിക്കുന്ന ചർച്ചകൾ നടന്നിരിക്കണം. അപ്പോഴേ ആ കുടുംബം എന്തായി മാറുള്ളൂ, ഒരാശ്വാസമുള്ള സമാധാനമുള്ള കുടുംബമായുള്ളൂ. ഇത് ഉറപ്പുണ്ടായിട്ട് പോലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ച് ചോദിച്ച ചോദ്യം കേട്ടില്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ ആരാധിക്കുകയാണ്? അവരെ നാവുകൊണ്ട് അവർ മറുപടി പറഞ്ഞു. ആ മറുപടി കിട്ടിയപ്പോഴാണ് ആ പിതാവിന് സന്തോഷമായത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുടുംബത്തെ കൂടി ആ വിഷയത്തിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ കുടുംബത്തിലെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാര്യമാരെ നമുക്കറിയാം, നമ്മുടെ പ്രായമുള്ള ആൾക്കാരെ അറിയാം. പ്രിയപ്പെട്ടവരെ, പുതിയ മക്കളെ പറ്റിയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ മക്കളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഇപ്പോൾ പറയുന്നത് അറിയോ, നെഗറ്റീവ് ചിന്തകളാണത്രേ പുതിയ തലമുറയിലെ മക്കൾക്ക് വരുന്നത്. നെഗറ്റീവ് ചിന്തകൾ വർദ്ധിച്ചു വരികയാണ്. നീ അത് എഴുതണം എന്ന് പറഞ്ഞാൽ എഴുതണ്ട എന്ന് പറയുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണത്രേ. നീ അത് വാങ്ങിക്കൊണ്ട് മകനെ എന്ന് പറയുമ്പോൾ അതിന് സാധ്യമല്ല എന്ന് പറയുന്ന മക്കളുടെ എണ്ണം പൊതുവെ കൂടി വരികയാണത്രേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൃത്യമായ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് വീടകങ്ങളിൽ പെരുമാറാൻ പ്രിയപ്പെട്ട ബാപ്പാക്കും ഉമ്മാക്കും പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മളൊരു തലമുറനെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ, അല്ലെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ, ഞാൻ കസേരയിൽ ഇങ്ങനെ കാല് നീട്ടിയിട്ടിരിക്കുമ്പോൾ ഞാൻ ആ കാലുമെല്ലാം താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ അങ്ങോട്ട് കയറി വരുമ്പോൾ രണ്ട് കൈയും നീട്ടി ആ പ്രിയപ്പെട്ട ബാപ്പാനെ കൈ പിടിച്ച് ആ കസേരയിലേക്ക് ഇരുത്താനുള്ള ഒരു മനസ്സെനിക്കുണ്ടെങ്കിൽ അത് കാണുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ആ സന്ദേശം എന്ത്? ഒരു സ്നേഹം, കാരുണ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം നമുക്കറിയാം. എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എൻ്റെ വീട്ടിലെ പ്രായമുള്ളവരാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം ഇങ്ങോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതെൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിയപ്പം എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ യാത്രയാക്കിയ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ വലുപ്പം മനസ്സിലായത്. ഒരു വല്ലാത്ത സംഗതി തന്നെയാണ് പ്രിയപ്പെട്ട ബാപ്പമാരും ഉമ്മമാരും എന്ന് പറഞ്ഞാൽ. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. എൻ്റെ നാട്ടിലൊരു യോഗം നടന്നൊരിക്കൽ, ഞാൻ ഏതോ എൻ്റെ സംസാരത്തിലൊക്കെ ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ യോഗത്തിനൊരു അജണ്ട ഉണ്ടായിരുന്നു. അജണ്ട എന്താ അറിയോ? 6 മക്കൾ കൂടിയിരിക്കുന്ന യോഗമാണ്. 6 മക്കൾ കൂടിയ യോഗം. ആ യോഗത്തിന്റെ അജണ്ട, ഒരു മകൾക്ക് പ്രിയപ്പെട്ട ബാപ്പാനെയും ഉമ്മാനെ നോക്കിയിട്ട് മതിയായത്രേ. 6 മാസം നോക്കുമ്പോഴേക്ക് മതിയായ ഉമ്മാനെ നോക്കി. എന്നിട്ട് അവൾ തീരുമാനിച്ചെന്താ അറിയോ? എന്നെ പോലെ തന്നെ പ്രയാസത്തിൽ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഉമ്മ ബാക്കിയുള്ള മക്കളെയും കൂടി പ്രസവിച്ചത്. അതുകൊണ്ട് ഓരോടി നോക്കട്ടെ. ശരിയാണത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവരെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു മടി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാനൊരു മടി. മീറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നേരെ കൊണ്ടുപോയി നോക്കാലോ. അവരവസാനം യോഗത്തിലൊരു തീരുമാനം വന്നു. എന്താ യോഗത്തിലെ തീരുമാനം എന്നറിയാമോ? 2 മാസം 3 മാസം ഒരു മോൻ നോക്കുക, 3 മാസം വേറൊരു മോൻ നോക്കുക, 3 മാസം ഒരു മോൻ നോക്കുക. ഒരു യോഗത്തിന്റെ തീരുമാനം. മധ്യസ്ഥ യോഗം എന്ന് വേണേ ആ യോഗത്തെ പറ്റി പറയാം, വിളിപ്പിച്ച യോഗം എന്ന് വേണേ ആ യോഗത്തെ പറ്റി പറയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടത്തി. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം വേറെയായിരുന്നു. അള്ളാഹിന്റെ തീരുമാനം എന്താ അറിയോ? ഈ മാതാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൂട്ടുമെന്ന് ഒരു പക്ഷെ അള്ളാഹ്ക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ആ മാതാവിനെ 2 മാസം കൊണ്ട് തന്നെ അള്ളാഹ് തിരിച്ചു വിളിച്ചു. എന്തൊരു സന്തോഷം മക്കൾക്ക്, മുഖം നിറയെ സന്തോഷമാ പ്രിയപ്പെട്ടവരെ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ പറഞ്ഞത്? റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയിലാ. അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് ബാപ്പാന്റെ ഇമ്മാന്റെ കോപത്തിലാ. എൻ്റെ പ്രിയപ്പെട്ട വയസ്സായിരിക്കുന്ന ബാപ്പാനെയും ഇമ്മാനെയും എൻ്റെ വീട്ടിൽ വെച്ച് ആദരിക്കാനും ബഹുമാനിക്കാനും എനിക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ മരണവും എൻ്റെ മരണാനന്തര ജീവിതവും എൻ്റെ കച്ചവടത്തിലെ ബർക്കത്തൊക്കെ ഈ ബാപ്പയും ഉമ്മയുമായി ബന്ധപ്പെട്ട കേസാ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒരിക്കലും ഒരു ഖുതുബക്ക് പോകുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ഇങ്ങനെ പോയി. എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത് അദ്ദേഹം. കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഇടയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗൾഫ് നിർത്തി വന്നതാണോ? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ, ആഹ്ലാദം തോന്നിയിരിക്കുന്ന ഒരു മറുപടിയാണ് ആ പറഞ്ഞത്. ഞാൻ ഗൾഫ് നിർത്തിയതാ പറഞ്ഞത്. എന്തേ കാരണം ചോദിച്ചപ്പോൾ അകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗൾഫ് നിർത്തിയത് ഈ ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതുവരെ ആ ഉമ്മാനെ പരിചരിച്ചത് എൻ്റെ ജ്യേഷ്ഠന്മാരാ. ഞാൻ ഗൾഫിൽ നിന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന പണി വണ്ടി എടുത്തിട്ട് ഇത്രയും കാലം കൂലി ജ്യേഷ്ഠന്മാർ വാങ്ങിയപ്പോൾ ആ കൂലി എനിക്ക് വാങ്ങണമെന്ന് കരുതി എൻ്റെ ഉമ്മനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ. ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എന്നാണ്, മരണം വരെ വിട്ടുകൊടുക്കൂല എന്നാ. ആ പ്രിയപ്പെട്ട സുഹൃത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാരുണ്യമുണ്ട്, ഒരു കരുതലുണ്ട്. ആ കരുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ അത് ലഭിക്കണമെങ്കിൽ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കാരുണ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമയായി നമുക്ക് മാറണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളോടെപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ബാപ്പാനെയും ഉമ്മാനെയും നല്ലോണം നോക്കി, അതൊരു പരിധി വരെ അവർ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളോട് പറയണം നമ്മൾ, ഞാൻ എൻ്റെ ബാപ്പാനെയും ഉമ്മാനെയും നോക്കുന്നത് കണ്ടില്ലേ? കണ്ടു. അതേപോലെ ഞങ്ങളെയും നിങ്ങൾ നോക്കണം. നിസ്സാരമായ കാര്യമില്ല. തട്ടിക്കളിക്കുമോ എന്നൊരു പേടി തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ട് നമ്മുടെ വീട്ടിലെന്ത് വേണമെന്നറിയോ? വയസ്സായി ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ തട്ടിക്കളിക്കേണ്ട. എനിക്കിപ്പോൾ തന്നെ അറിയാം, മതപരമായിട്ട് ബോധമുള്ള കുടുംബത്തിൽ പോലും പ്രിയപ്പെട്ട ഉമ്മാനെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ ആക്കിയിട്ടുണ്ട്. മക്കൾക്ക് കഴിയുന്നില്ല എന്നാ പറയുന്നത്, നോക്കാൻ കഴിയുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തിൽ പ്രിയപ്പെട്ട വാപ്പാനെയും ഉമ്മാനെയൊക്കെ അവസാനം പറഞ്ഞയക്കുമ്പോൾ റാഹത്തായ രൂപത്തിൽ പറഞ്ഞയക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. ആ വീട്ടിൽ കാരുണ്യം ഉണ്ടാവണം സൂചിപ്പിക്കണം. അതേപോലെ തന്നെയാണ് മക്കളും. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ഈ സ്കൂളിൽ ദേശീയ ഗാനത്തിന് ബെല്ലടിച്ചപ്പോൾ ഒരു കുട്ടി എച്ചമ്മനോട് ചോദിക്കുക, ഇനി ഇവിടെ എന്തോ പണിയുണ്ടോന്ന്. എന്ത് പണിയൊക്കെ അവൻ എടുത്തറിയോ? ആ ചുറ്റുപാട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു, വരാന്ത മുഴുവൻ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. എന്നിട്ട് കുട്ടി ചോദിക്കുക, ഇനി എനിക്ക് ഇവിടെ എന്തോ പണിയുണ്ടോന്ന്. എന്തിനാ പണിയുണ്ടോന്ന് ചോദിച്ചറിയാമോ? എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ ഇഷ്ടമല്ല. എൻ്റെ സമാധാനത്തിൻ്റെ ഗേഹം എന്ന് പറഞ്ഞാൽ അത് ഈ സ്കൂളാണ്, ഈ കോളേജാണ്. ഇവിടുന്ന് എനിക്ക് സമാധാനം കിട്ടുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയാമോ? ഒന്നുമില്ല. നമ്മുടെ ആ മക്കളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം വളരെ കുറഞ്ഞു വരിക. പൊതുവേ കുറഞ്ഞു വരിക. ഈ സംസാരം ശ്രവിക്കുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദിവസം ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് വിശേഷം ചോദിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. എൻ്റെ നാട്ടിൽ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞതറിയോ? ഞാനാണ് എൻ്റെ മകൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തതെന്നാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലെ അറയിൽ പാലിക്കേണ്ട മര്യാദകൾ, ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് എൻ്റെ മകൾക്ക് ഞാൻ ക്ലാസ് കൊടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം തരുമോ? അത്രമാത്രം ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞാനും മക്കളും തമ്മിലുണ്ട് എന്നാ. കാരണം അത്രയും വലിയ ബന്ധമാണ് ആ മക്കൾ തമ്മിൽ. ആ മക്കളെ ഒരിക്കലും തന്നെ എന്ത് ചെയ്യൂല, നമുക്ക് മിസ്സായി പോവില്ല. അവരോട് സംസാരിക്കണം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു കണ്ടക്ടറുടെ കൂടെ ഒരു ബിടെക് വിദ്യാർത്ഥി ഒളിച്ചോടി. പ്രശ്നമൊന്നുമില്ല. ഒരു ബിടെക് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ടറിന്റെ കൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാരണം എന്താ അറിയോ? കോളേജിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഡെയിലി ഈ കണ്ടക്ടറുടെ സംസാരം അവൾക്ക് വല്ലാതെ ഇഷ്ടമായി എന്നാ പറയുന്നത്. കൗൺസിൽ ചെയ്തപ്പോൾ മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ കണ്ടക്ടർ അവിടെ സീറ്റിന്റെ തൊട്ടടുത്തിരിക്കും. എന്താ മോളെ പ്രശ്നം? ഇന്നലെ കണ്ടിട്ടല്ലോ. വല്ലാത്തൊരു ചോദ്യമാണ്. അയാൾക്ക് വേറെ ലക്ഷ്യമുണ്ടെങ്കിലും ഒരു ദിവസം പനിച്ചു വന്നപ്പോൾ നീ ആകെ ടയേർഡായിട്ടുണ്ടല്ലോ, വല്ലാതെ സംസാരിക്കാം. ഈ കുട്ടിൻ്റെ മനസ്സിലേക്ക് എനിക്ക് വല്ലാത്ത പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരാളായിട്ട് ഈ കണ്ടക്ടറെയാണ് ഓർമ്മ വന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ കണ്ടക്ടറാണ്. എൻ്റെ ബാപ്പ പോലും എൻ്റെ ഉമ്മ പോലും പല സന്ദർഭത്തിലും ചോദിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് നൽകാക്കുമ്പോൾ ഈ കണ്ടക്ടർ എനിക്ക് നൽകുന്നു. ഇതിനേക്കാൾ വലിയൊരു സ്നേഹം നൽകുന്ന ആൾ ലോകത്തില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം പ്രസവിച്ച് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് പോറ്റി വളർത്തിയിരിക്കുന്ന ഉമ്മാനോട് അനുവാദം പോലും ചോദിക്കാത്ത രൂപത്തിൽ ആ കണ്ടക്ടറോട് കൂടെ ഒളിച്ചുപോയി. എൻ്റെങ്ങളെ വീട്ടിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറഞ്ഞു, പ്രവാചകരെ ഭക്ഷണം കഴിച്ചിട്ട് തീരെ ബർക്കത്ത് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾ അവിടുന്ന് ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുക. ഭാര്യ വേറെ കഴിക്കും, മക്കൾ വേറെ കഴിക്കും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളതെന്ന് പറഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, കുലൂ ജമീഅൻ, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കി. ദിവസമൊന്നും ഇപ്പം എനിക്ക് പറ്റൂല, പറ്റാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കി. തീർച്ചയായും അള്ളാഹുവിന്റെ ബർക്കത്തുള്ളത് സംഘത്തോടൊപ്പമാകുന്നു. സംഘത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ, കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ അപാരമായ ബർക്കത്ത് നമുക്കുണ്ടാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് പഠിപ്പിച്ചത്. എന്തിനാണെന്നറിയാമോ? ഒന്നുമില്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത സംതൃപ്തിയാണ്. അതാണ് ഇടക്ക് നമ്മളൊന്ന് ഔട്ടിങ് പോകണമെന്ന് പറഞ്ഞത്. അത് എല്ലാ കൊല്ലവും പോകണമെന്നല്ല, എല്ലാ ദിവസവും പോകണമെന്നല്ല, ഇടയ്ക്കൊക്കെ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് പുറത്തു പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കാനും ഒന്ന് അവരുമായിട്ട് കൂടുതൽ അടുക്കാനുമുള്ള അവസരം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി സ്നേഹം കൊടുത്ത്
കാരുണ്യമുള്ള കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറപ്പാണ് നമ്മുടെ വീട്ടിൽ ശാന്തി ഉണ്ടാകും, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് സൂചിപ്പിക്കുകയാണ്. കുറേ സംഗതികളുണ്ട്, ഞാനൊന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഓടിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ വളർന്നു വരുന്ന തലമുറയെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. വല്ലാത്ത ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്കറിയാമോ, ഇപ്പൊ ഏറ്റവും പുതിയ പഠനം അനുസരിച്ചുകൊണ്ട് വിവാഹത്തിന് താല്പര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. പെൺകുട്ടികളുടെ കല്യാണത്തെ പറ്റി ചോദിച്ചു നോക്കി, പൊതുവേ താല്പര്യം കുറവാണത്രേ. പൊതുവേ താല്പര്യം കുറവാണ് കല്യാണം. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല, കല്യാണം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരിക. ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ നിക്കാഹിന്റെ സൈറ്റ് ഉണ്ട്, ഓൺലൈൻ നിക്കാഹിന്റെ സൈറ്റ്. ആ സൈറ്റിൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യം, 50-ലധികം ആൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 10 പെൺകുട്ടികൾ മാത്രം അവിടെ രജിസ്റ്റർ ചെയ്ത്. സാധാരണ എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ, പെൺകുട്ടികൾ ധാരാളം രജിസ്റ്റർ ചെയ്യുമായിരുന്നു, ആൺകുട്ടികൾ കുറവായിരുന്നു. പക്ഷെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് പൊതുവെ ഒരു താല്പര്യമാണ്. ഇനി ഞങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു ഓപ്ഷൻ വേണം. എന്താണത്? മൈ ബോഡി ഈസ് മൈ ചോയ്സ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. ഞങ്ങളുടെ ശരീരമാണ്, അതേ രൂപത്തിൽ ചെലവഴിക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്ന പുതിയ തലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ജീവിക്കുന്നത്. കേരളത്തിൽ ആദിലയും നൂറയും തമ്മിൽ ഒരു വിവാഹം നടന്നു. ആദിലയും നൂറയും തമ്മിൽ ഒരു വിവാഹം നടന്നു. നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ വായിക്കാറുണ്ടെങ്കിൽ നമുക്കറിയാം, ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് തീരുമാനമെടുക്കാറുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് LGBTQ എന്ന് പറഞ്ഞൊരു ടീം കേരളത്തിൽ സജീവമായിട്ട് വളർന്നു വരുന്നു. ആ ടീമിനെ പറ്റി ഒരു പക്ഷേ കുറച്ച് ന്യൂജനായിരിക്കുന്ന ആളുകളെങ്കിലും അതിനെപ്പറ്റി അവർ കേട്ടിട്ടുണ്ടാകും. എൽ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ. ലെസ്ബിയൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത്, പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ആദിലയും നൂറയും തമ്മിൽ കല്യാണം നടന്നത്. ഇത് വാദിക്കുന്ന എണ്ണം കുട്ടികളുടല്ലോ അത് വർദ്ധിച്ചു വരികയാണ്. കോഴിക്കോട് നഗരത്തിൽ അവർക്ക് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാഥാസ്ഥിക വിഭാഗമൊക്കെ റബ്യുൽ അവൽ കൊണ്ടാടുന്ന രൂപത്തിൽ ജൂൺ മാസം അവരുടെ പ്രൈഡ് മന്ത് എന്നാ പറയാ. പ്രൈഡ് മന്ത്, ഈ LGBTQ ടീമിന്റെ പ്രൈഡ് മന്താണ് ജൂൺ മാസം. ജൂൺ മാസത്തിൽ കഴിഞ്ഞ ഈ ജൂൺ അല്ല, അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ജൂൺ മാസത്തിൽ കോഴിക്കോട് നഗരത്തിൽ ശ്രദ്ധേയമായ ഒരു റാലി നടന്നു. ആ റാലിയിൽ നന്നായിട്ട് മുസ്ലിം കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. ആ റാലിയിൽ അവർ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം, ഞങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ സെലക്ട് ചെയ്തുകൊള്ളും, ഒരു പേടിയില്ല. കാരണം അറിയാമോ, അവരെ എന്ന് പറഞ്ഞ ലെസ്ബിയൻ, പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഒട്ടനവധി കുടുംബങ്ങളുണ്ട് കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരല്പം പ്രയാസമുണ്ട്. ആണിനെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അമേരിക്ക എന്നൊരു ഫാമിലി വിളിച്ചു. ആ ഫാമിലി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ അറിയോ, എൻ്റെ മകൻ കല്യാണത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വലിയ പേടി എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ മകൻ നാളെ ഞാൻ ഡോറ് തുറക്കുമ്പോൾ വേറൊരു ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമോ എന്നെനിക്കൊരു പേടി. വേറൊരു ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന എനിക്കൊരു പേടി. കാരണം എന്താ അറിയാമോ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കയിലൊക്കെ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകുന്ന. ഞാൻ ഇതിനാ പറഞ്ഞറിയാമോ, നമ്മൾ കുറച്ച് അപ്ഡേഷൻ വേണം. നമുക്ക് പുതിയ കാലഘട്ടത്തെ പറ്റി നമുക്കൊരു അപ്ഡേഷൻ വേണം. പുതിയ തലമുറ നമുക്കറിയാം, പുതിയ പാട്ടുകൾക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നുകയാണ്. ഞങ്ങൾക്ക് വഴി തെറ്റാനുള്ള സ്വാതന്ത്ര്യം തരണം. പുതിയ പാട്ട്, വഴിതെറ്റി നടക്കാൻ, തെറ്റായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം തരണമെന്ന് പാടുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കുകയും പുതിയ കാലഘട്ടത്തിൻ്റെ തേട്ടം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തിലാണ് ഞങ്ങൾ ഞാനും ജീവിക്കുന്നത്. അതിൻ്റെ ചുരുക്കപ്പേര് AI എന്നാ. AI. എനിക്കൊരു ലേഖനം വേണം, ആ ലേഖനം ഇന്നത്തെ പ്രസംഗം വേണം. ഞാൻ ഈ പ്രസംഗത്തിൽ LGBTQനെ പറ്റി ChatGPT ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ പ്രസംഗം അതിൽ ആയത്തും ഹദീസൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. കുറേ സംഗതികൾ എനിക്ക് കൊടുത്തരാൻ പോവുകയാണ്. പുതിയ ലോകമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിരിക്കുന്ന ഒരു രസകരമായിരിക്കുന്ന ഒരു സംഭവം, എനിക്ക് പുസ്തകം എഴുതാനൊന്നും അറിയണ്ട, പക്ഷേ എനിക്ക് എൻ്റെ പേരിൽ ഒരു പുസ്തകം എഴുതി വിൽപ്പന വെക്കാനാ. ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആമസോണിൽ ഒരു ചങ്ങായി ഇപ്പോൾ ഒരു പുസ്തകത്തിന് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഞാനൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങും. അവൻ എഴുതിയ പുസ്തകമല്ല,
അവന് AI-ന്റെ സഹായത്തോടു കൂടി ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു. ആ പുസ്തകം ചോദിച്ചപ്പോൾ AI-ന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി, ChatGPT-ന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ഒരു വലിയ പുസ്തകത്തിന്റെ പേജ് ഓനായിട്ട് കൊടുത്തു. ഓനത് നേരെ പോയിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, അല്ല നേരെ അത് പോയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് അതിനൊരു തലക്കെട്ട് വെച്ചിട്ട് പ്രൊഫസർ മോഹനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിൽ ആ പുസ്തകം വിൽപ്പനക്ക് വെച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ, നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞാൻ ജീവിക്കുന്നത്. പുതിയ തലമുറയൊക്കെ ടോട്ടലി ചേഞ്ചായി. ഈ ചേഞ്ച് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പം വളരെ ശ്രദ്ധ വേണം. ഇപ്പോൾ ഒരു ആൾ മദ്യപിക്കുന്ന പ്രായത്തിൽ അറിയോ, ലേറ്റസ്റ്റ് മദ്യപിക്കുന്ന പ്രായം 13.5 വയസ്സാണ്. 13.5 വയസ്സ്. ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു സ്കൂളിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ എൽസമ്മ ടീച്ചർ മദ്യത്തിൻ്റെ ദൂഷ്യവശത്തെ പറ്റി വല്ലാതെ ഇങ്ങനെ ക്ലാസ് എടുക്കുക. അതങ്ങനെയാണ്, ആനയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ, ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ അടുത്ത് 3 കുട്ടികൾ വന്ന് പറഞ്ഞു, 7ാം ക്ലാസ്സിലെ 3 കുട്ടികൾ, ടീച്ചറെ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി അടിച്ചാണ് വരുന്നത്, നിങ്ങൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് ചിരിക്കുകയായിരുന്നതാ. ഒരു വല്ലാത്തൊരു പ്രശ്നമാണല്ലോ അല്ലേ? നമ്മുടെ കല്യാണ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ, പരിപാടികൾക്ക് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ജാഗ്രത വേണം. ജാഗ്രതയില്ല എങ്കിൽ, അകക്കണ്ണ് തുറന്നു വെക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് മിസ്സാവാൻ സാധ്യതയുള്ള ഒരു ലോകത്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ആ മക്കളുടെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവുകയും ചെയ്യണം. ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനേ മറക്കരുത്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെ നടത്തൊരു പ്രാർത്ഥന ഉണ്ട്. നമ്മുടെ കുടുംബക്കാരും മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമെന്ന. കൺകുളിർമ എന്നുള്ള പദത്തിന് വിശാലമായ അർത്ഥം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കൾ, ഞാൻ എന്തായാലും പറഞ്ഞാൽ കേൾക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന ഇണകൾ, ഇത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ മധുരമാണത്. അങ്ങനെ നമ്മുടെ മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ വല്ലാത്തൊരു സൗഭാഗ്യ. പക്ഷെ മതബോധമുള്ള മക്കൾ അങ്ങനെ വളർന്നു വരും. ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെപ്പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട്. ആ മകനെപ്പറ്റി ഇവർ പറഞ്ഞു, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ചായ വാങ്ങാൻ വേണ്ടിയിട്ട് മകനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്ര പോയാൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. എൻ്റെ ഈ മകൻ ഏറ്റവും വലിയ സമ്പാദ്യ, ഒരു കോഴ്സ് മാറ്റി വെച്ചുകൊണ്ടാണ് എന്നെ നോക്കാൻ ഹോസ്പിറ്റലിൽ നിർത്തിയത്. അതിനോൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ആ മകൻ പറഞ്ഞ മറുപടി, കോഴ്സ് എനിക്ക് പിന്നെയും ചെയ്യാം, എൻ്റെ ബാപ്പൊന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, എൻ്റെ ബാപ്പ ദുനിയാവെന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ബാപ്പാൻ എനിക്ക് നോക്കാൻ പറ്റില്ല. എന്നിട്ട് ബാപ്പാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് കോഴ്സ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മോനുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്താണ് പേടിന. ഞാൻ പറഞ്ഞു, അതൊരു പ്രാർത്ഥനൻ്റെ ഫല. ഏതാ പ്രാർത്ഥന? പടച്ചോൻ, എൻ്റെ മക്കളിൽ, എൻ്റെ ഇണകളിൽ നീ കൺകുളിർമ തരണേ, സമാധാനം തരണേ, ആശ്വാസം തരണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കൾ പോലും അൽഹംദുലില്ലാ റാഹത്തായ ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധ നമ്മുടെ വീട്ടിലുണ്ടാവണം. കുറച്ച് ശ്രദ്ധ ഉണ്ടാകണം. കെയർലെസ് ആയിട്ട് നമ്മൾ വിടരുത്. നമ്മുടെ കുടുംബത്തെ കെയർലെസ് ആയി നമ്മൾ വിടരുത്. നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുക്കാനും സംസാരിക്കാനും മതപരമായിരിക്കുന്ന ഒരു ബോധം നിലനിർത്താനും നമ്മൾ പ്രത്യേകമായി തയ്യാറാവണം. പുതിയ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ നമ്മൾ മറന്നു പോകരുത്. നമ്മളെക്കാൾ വലിയ മക്കളാണ്. ഞാനിപ്പോൾ LP സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അഥവാ ഫോണൊന്ന് നിലത്ത് വെച്ച് ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ചില കാര്യം കാണുമ്പോൾ എൻ്റെ ലോക്ക് അവർക്കെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. എപ്പോഴോ ഞാനിങ്ങനെ ലോക്ക് പോക്കുന്നവർ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം ആ മക്കളിങ്ങനെ ലോക്ക് ഇങ്ങനെ പോക്കിയിട്ട് അതിൽ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് ആ 1-2 ആൾക്ക് അയച്ചു കൊടുത്തു. ഇത് ഞാനിങ്ങനെ തിരിച്ചു വരുമ്പോഴേ കുറേ ഫാമിലി ഗ്രൂപ്പിൽ ഫോട്ടോ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ മക്കൾ എടുക്കുന്ന പണിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫോൺ ഉപയോഗമൊന്നും അവർക്ക് നിസ്സാരമായിരിക്കുന്ന കാര്യമാണ്. അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പഴയ കാളവണ്ടി യുഗത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ മക്കളെ കിട്ടൂല. മാത്രമല്ല, പഴയ രീതിയിലുള്ള പാരൻറ്റിങ് ഇപ്പോൾ പറ്റൂല എന്നാ. എന്ന് പറഞ്ഞാൽ രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് പഴയ രീതി പോരാന്നാ. പഴയ രീതിയിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നടക്കാത്ത കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അപ്ഡേഷൻ ഉണ്ടാകുക. നമുക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ തേട്ടം മനസ്സിലാക്കി മക്കളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറേ കൂടി മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ട്. ഇപ്പം നമ്മളൊക്കെ നിക്കാഹിന് പോകാറുണ്ട്. സാധാരണ നിക്കാഹിന് പോകുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കൽ, പടച്ചോനെ ഈ ബന്ധം നല്ല രൂപത്തിൽ പോണേന്നാ. വലിയ പ്രശ്നങ്ങളൊന്നും വല്ല ഉണ്ടായിട്ടില്ലെങ്കിലും ചില കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ നോക്കുമ്പോൾ പരസ്പര വിട്ടുവീഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുംബജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ ഇണയെപ്പറ്റി പരസ്പരം തിരിച്ചറിഞ്ഞിട്ട് വേണം ജീവിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉഹുദ് യുദ്ധം തോൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട സംഗതികൾ ആലോചിച്ച് നോക്കി. മലമുകളിൽ നിർത്തപ്പെട്ട ആൾക്കാരില്ലേ,
ആ മലമുകളിൽ നിർത്തപ്പെട്ട ആൾക്കാരോട് താഴോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ താഴോട്ട് ഇറങ്ങിയതാണ് യുദ്ധം തോൽക്കാൻ കാരണം. ആ മലമുകളിൽ നിർത്തപ്പെട്ട ആൾക്കാർ യുദ്ധം തോറ്റിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങളെ കാര്യം കട്ടപ്പുകയാണ്, ഇന്ന് ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്, പ്രവാചകൻ ഞങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയതല്ലേ, സാരല്ല സാരല്ല, പറ്റിപ്പോയില്ലേ, അബദ്ധം പറ്റിപ്പോയില്ലേ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നുണ്ട്. അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ 3-ാമത്തെ സൂറയിലെ 159-ാമത്തെ ആയത്തിറക്കി. പ്രവാചകരെ, താങ്കളുടെ കാരുണ്യം, താങ്കളുടെ പെരുമാറ്റ രീതി മാതൃകാപരമാണ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സംഭവിച്ചതാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫൗഫു അൻഹും, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഇണ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാ. നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിസ്സാരമായ സംഗതി വരുമ്പോഴേക്ക് നമ്മൾ ആകെ കോപാകുലന്മാരായിട്ട് മാറി നമ്മുടെ കുടുംബം പോലും തകരാറിലായി പോകുന്ന നമ്മൾ പെരുമാറരുത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടാവും. അവിടെ നമുക്കൊരു ഇളവ് കൊടുക്കാൻ, ഒരു വിട്ടുവീഴ്ച കൊടുക്കാൻ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സംതൃപ്തമായിട്ട് പോകും. അവർ ചില സന്ദർഭങ്ങളിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മ നമ്മൾ ആലോചിച്ച് നോക്കുക, അത് വന്നിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് അവർ ചെയ്ത ഒരുപാട് നന്മകൾ ഉണ്ടാകും. ആ നന്മകൾ വിസ്മരിക്കുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യൻ എപ്പോഴും അള്ളാഹു പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, അവനെപ്പോഴും പ്രതാപം വർദ്ധിച്ചു കൊടുക്കും. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യപ്പോൾ എന്നറിയോ? വേറെ സ്ഥലത്ത് പോയാലും നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി, അവിടുന്ന് സുഭിക്ഷമായൊരു ഭക്ഷണം കൊണ്ടുവച്ച് വന്ന സന്ദർഭത്തിൽ ഓൻ്റെ ഉമ്മയും ഓൻ്റെ പെങ്ങന്മാരും ഓനൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്നതിന് തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്ക് എൻ്റെ ഭക്ഷണത്തിൻ്റെ പാത്രത്തിൽ നിന്ന് എനിക്ക് നീണ്ടൊരു മുടി കിട്ടി. നീണ്ടൊരു മുടി. ഞാനെന്താ ചെയ്യാം? ആ മുടി കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്താ ചെയ്യാം? ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മുടി അവർ കാണാത്ത രൂപത്തിൽ മെല്ലെ പിടിച്ച് താഴോട്ടിടും. ചില ആൾക്ക് മുടി കിട്ടിയാൽ ഭയങ്കര പ്രശ്നമാണല്ലേ. ഞാനും അതിൽപ്പെട്ട ആളാണ്. മെല്ലെ എടുത്ത് പുറത്തേക്കിടും. ഉറപ്പല്ലേ? കാരണം എത്ര നല്ല കാരുണ്യമുള്ള മനുഷ്യനാപ്പവനല്ലേ, എത്ര നല്ല മനുഷ്യനാണവൻ, എത്ര നല്ല മനുഷ്യനാ. എന്നിട്ട് ആ ചോറ് വേണ്ടെങ്കിലും ആ ഭക്ഷണവും കഴിച്ചിട്ട് അടിപൊളി ഫുഡ് എന്ന് പറയുമ്പോൾ തിരിച്ചു പോരും. ഇവൻ്റെ വിട്ടുവീഴ്ചയും എൻ്റെ കാരുണ്യമൊക്കെ ആ വീട്ടിൽ വെച്ച് കാണാം. ഞാൻ വീട്ടിൽ വന്നു, അന്ന് വൈകുന്നേരം രാത്രി എൻ്റെ വൈഫ് എനിക്ക് ഭക്ഷണം വെച്ച് തന്നു. അതിലൊരു മുടി കിട്ടി. അന്ന് അവിടെ ഭൂകമ്പം ഉണ്ടാവും. അവിടുന്ന് കിട്ടിയ മുടിയാരതാ? അവിടുന്ന് കിട്ടിയിരിക്കുന്ന മുടിയാരതാ? ഒരു പക്ഷേ അവിടുത്തെ വീട്ടുകാരി വേലക്കാരിൻ്റെ ഒക്കെ ആയിരിക്കും, ആരതോ ആയിരിക്കും. അതിനെനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ എൻ്റെ കൂടെ കിടക്കുന്ന, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയതമയുടെ ഒരു മുടി കിട്ടിയപ്പോൾ എനിക്ക് പ്രശ്നമാണ്. എന്തേ അങ്ങനെ വന്നത്? എന്തേ അങ്ങനെ വരാൻ കാരണം? ഒന്നുമില്ല, ആ ഭാര്യയെ അറിയാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. 10-24 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ 10-24 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ആ പ്രിയതമയെ പറ്റി പഠിക്കാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവിടുന്ന് മാന്യനാണ്, നമ്മൾ പുറത്തിറങ്ങിയ മാന്യനാണ്. പക്ഷെ പ്രവാചകൻ ആരാ മാന്യൻ എന്ന് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ നിങ്ങളെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാ. ഭാര്യയോട് ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ. അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടിയിട്ട് പുറത്തേക്ക് എറിഞ്ഞ മനുഷ്യനല്ല മാന്യൻ എന്ന് പ്രവാചകൻ പറയാൻ കാരണം നമ്മുടെ മനസ്സറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് മാന്യന്മാരായിട്ട് നമ്മൾ മാറുക. കുടുംബജീവിതത്തിൽ മാന്യന്മാരായിട്ട് മാറണമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയുടെ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക. പിന്നെ അടുത്ത പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം, ഞാനിപ്പോഴും മധ്യസ്ഥം പറയുന്നൊരു പ്രശ്നം ഊഹമാണ്. അത് വല്ലാത്തൊരു സൂക്കേട്. അത് പെണ്ണുങ്ങൾക്കാണോ കൂടുതലുള്ളത് എനിക്കൊരു സംശയം. ആണുങ്ങൾ കൊണ്ടിട്ടോ എന്നെ നിങ്ങൾ പോകാൻ സമ്മതിക്കണം. മധ്യസ്ഥം പറയുന്നത് എന്താ അറിയോ? നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ അതങ്ങനെ തന്നെയാണെന്ന് പറയാണ്. ഒട്ടനവധി കുടുംബം കലഹമാകാൻ പ്രധാനപ്പെട്ട ഒരു സംഗതി ഊഹമാണ്. ഞാൻ രസകരമായിരിക്കുന്ന ഒരു കഥ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ നിങ്ങളെ വായിച്ചപ്പോൾ എനിക്കതിവിടെ പറയണമെന്ന് തോന്നി. ഒരു പക്ഷേ നിങ്ങളത് വായിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഡോറിങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറക്കുന്ന സന്ദർഭത്തിൽ നേരെ നോക്കുമ്പോൾ വീടിൻ്റെ കൊലായിൽ നിന്ന് ഭാര്യയോട് കഥ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനിങ്ങനെ ഇറങ്ങിയിട്ട് പോന്നു. ഭാര്യയോട് കഥ പറഞ്ഞ് ഇറങ്ങിപ്പോരുക. സ്വാഭാവികമായിട്ട് അവൻ്റെ മനസ്സിലെന്ത് വരും? തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബഅദ ഇസ്മുൻ, ഊഹങ്ങളിൽ അധികവും തെറ്റ് തന്നെയാണ്, പാപമാണ്, നിങ്ങൾ ഇത് മാറിക്കണം. ഇറങ്ങിങ്ങോട്ട് പോന്നു. പിന്നെ അയാൾ അങ്ങോട്ട് കയറി എങ്ങനെയാ? കടന്നൽ കുത്തുകയറ്റമായിരിയാ പോവല്ലേ? കയറി മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല. പെട്ടെന്ന് പെണ്ണാകെ തരിച്ചുപോയി. പടച്ചോനെ, നല്ല രൂപത്തിൽ സലാം പറഞ്ഞു പോയിരിക്കുന്ന ഇയാൾ എന്തെങ്ങനെ? വല്ലാത്തൊരു വിഷമമായി. ഈ പെണ്ണും കുറച്ചൊക്കെ ധൈര്യമുള്ളത്, ഒന്നും അവരും ഉണ്ടാകുന്നില്ല. ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ ഭക്ഷണം വേണ്ട. പ്രശ്നം തുടങ്ങി.
പ്രശ്നം അവിടെ തുടങ്ങി. അവസാനം നല്ല പക്വതയുള്ള നല്ല പാകതയുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. എന്നാൽ നിങ്ങളെ വഴിക്ക് പോയതൊന്നും അത് പറഞ്ഞില്ല. ഓ വലിയ നിങ്ങളങ്ങനെ കൊമ്പിച്ച് നിന്നോളൂ, എനിക്കേറ്റാ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊന്നും മിണ്ടിയില്ല. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് കിടപ്പറയിലാണ്. അയാൾ തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നു. അത് സ്വാഭാവികമാണ്. പിന്നെ ഒരാഴ്ച പിന്നെ ഉണ്ടാക്കാനൊക്കെ പണി ഉണ്ടാവുക. അയാൾ അങ്ങോട്ട് കിടന്നു. അപ്പോൾ അയാൾ കിടന്നപ്പോൾ മെല്ലെ ഇങ്ങനെ തട്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് അത് കൊടുത്തു. അത് വായിച്ചപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം. ഒരു ഗിഫ്റ്റ് കൊടുത്തു. എൻ്റെ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട. എന്ത് ഗിഫ്റ്റാണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന് നമ്മുടെ 18ാമത്തെ വിവാഹ വാർഷികമാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. വിവാഹ വാർഷികത്തിന് സമ്മാനം കൊടുക്കണം, നിങ്ങൾ ആരും ഫത്വ എടുക്കണ്ടോ അതിൻ്റെ അകത്തുനിന്ന്. ഇത് 10ഓ 18ാമത്തെ വാർഷികമാണ്. 18ാമത്തെ വാർഷികം. ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ ഞാൻ കടയിൽ ചെന്ന സന്ദർഭത്തിൽ കടയിൽ അതില്ല. അയാൾ പറഞ്ഞു ഉച്ചയ്ക്ക് വരും. ഞാൻ പറഞ്ഞു എനിക്കത് തന്നെ വേണം, നിങ്ങളത് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വീട്ടിൽ കൊണ്ടുതരണം. പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുതരണം. അയാൾ ഏറ്റു. അയാൾ വീട്ടിൽ വന്ന ആ ഗിഫ്റ്റ് കൊടുത്ത് പോവുക. ആ രംഗമാണ് ഇയാൾ കാണുന്നത്. ഗിഫ്റ്റ് കൊടുത്ത് പോവുകയാണ്. ആ രംഗമാണ്. ഇത് പറഞ്ഞതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ടോട്ടലി ചേഞ്ച് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നെ സ്നേഹിക്കുന്ന രൂപത്തിൽ ആരെയാണ് ഒരു പെണ്ണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നും പറയണ്ട. ആ ഒരു സ്നേഹത്തിൻ്റെ വലുപ്പം ശരിക്കും ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ ആ ഊഹം എവിടെയൊക്കെ എത്തി, എന്തെല്ലാം ചിന്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. ആരെപ്പറ്റി? ഈ സഹോദരിയെപ്പറ്റി, സത്യവിശ്വാസിനികളായിരിക്കുന്ന പെണ്ണിനെ പറ്റി അപവാദം പറയുക, ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഊഹവും തെറ്റിദ്ധാരണ അത് വെച്ച് നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നല്ല. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കണം. പരസ്പരം തെറ്റിദ്ധാരണയില്ലാതെ, ഊഹമില്ലാതെ. സ്വാഭാവികമായിട്ടൊക്കെ ജോലിയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്കൊക്കെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഫോണൊക്കെ വരും. പേടിയായപ്പോഴത്തെ കാലത്തില്ലേ, ഈ ഫോണൊക്കെ ചില സന്ദർഭത്തിൽ സേവ് ചെയ്യുമ്പോൾ ആദ്യം പറയല, ഇത് സബിത, ഇതെൻ്റെ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ, ഇത് സുമേഖ, ഇവൾ മലയാളത്തിൻ്റെ ടീച്ചർ എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അത് തെറ്റിദ്ധാരണ തിരുത്തലും പ്രവാചകൻ്റെ ഭാഗമാട്ടോ. അവിടെ പറഞ്ഞുതരാം. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 മിനിറ്റ് കൊണ്ട് 4:10 ഷമീർ 2 മിനിറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ തിരുത്തലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ സഫിയ റളിയല്ലാഹുവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാർക്ക് എന്ന് പറയാം നമുക്ക്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹാബി ഇങ്ങനെ നടന്നിങ്ങനെയാണ് നോക്കിയിട്ട് പിന്നെ മൈൻഡ് ചെയ്യാൻ അങ്ങ് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നിട്ട് അയാളോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഭാര്യ സഫിയാട്ടോ എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താ റസൂൽ എങ്ങനെ പറയുന്നത്? എനിക്കത് സഫിയ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടാന്ന് കരുതി അങ്ങ് പോയത്. അങ്ങനെയല്ല. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം, രക്തമൊഴുകുന്ന ഭാഗത്തൂടെ ഒക്കെ ശൈത്താനോടും. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനോട് പറയും പ്രവാചകൻ ഏതോ ഒരു സ്ത്രീൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ ഞാനായിട്ട് തിരുത്തിയതാണ്. തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. തെറ്റിദ്ധാരണ തിരുത്തിയില്ല പക്ഷെ നിങ്ങളോട് ഊഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഊഹമില്ലാതെ, തെറ്റിദ്ധാരണയില്ലാതെ, വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹവും കാരുണ്യത്തോടു കൂടി നമ്മുടെ വീടകങ്ങൾ മാറിയാൽ, മതപരമായിരിക്കുന്ന ഒരു ബോധം കൂടി ആ വീട്ടിലേക്ക് വന്നാൽ ആ കുടുംബം റാഹത്തായി. ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം ഏറ്റവും സംതൃപ്തിയുള്ള ഒരു കുടുംബജീവിതമാക്കി മാറ്റി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. നാളെ ഖബറിങ്കിലും ഒന്ന് സലാം പറയുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഏറ്റവും നല്ല ഇണകളെ സമ്മാനമായി നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവുന്ന യാത്ര പോകുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ യാത്ര പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.